ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരായ RSS അനുഭാവി TG മോഹൻദാസ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. വൈകിട്ട് 4 മണിവരെയാണ് ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്നലെ കർശന ഉപാധികളോടെയാണ് മോഹൻദാസിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യവ്യവസ്ഥ പ്രകാരം ഇന്ന് മുതൽ 3 ദിവസം തുടർച്ചയായി രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ മോഹൻദാസ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. എല്ലാ തിങ്കളാഴ്ചകളിലും എത്തണമെന്നും ജാമ്യവ്യവസ്ഥയിൽ പറയുന്നുണ്ട്. പത്രിക എന്ന യൂട്യൂബ് ചാനൽ വഴി വിദ്വേഷ വീഡിയോ അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഇതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്നും കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. നേരത്തെ അദ്ദേഹത്തിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് നടപടിയിൽ ഇന്നലെ കോടതിയിൽ നിന്നും നേരിട്ട് തിരിച്ചടി മറികടക്കാൻ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ വീണ്ടും കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ തലശ്ശേരി കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂന്നുകൽ CA ഭീഷണിപ്പെടുത്തിയ കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനായാണ് പ്രത്യേക അന്വേഷണ സംഘം ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. സംഘടിത കുറ്റകൃത്യങ്ങളിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനും കാപ്പയുൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ അർജുൻ ആയങ്കി വിശദമായ ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ MLA G സുധാകരൻ ഉന്നയിച്ച കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് CPIM നേതാവ് H സലാം ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മന്ത്രി എത്തിയപ്പോഴാണ് നേരിൽ കണ്ട് പരാതി നൽകിയത്. കഴിഞ്ഞ ജൂൺ 26 നടന്ന പൊതുപരിപാടിയിലാണ് G സുധാകരൻ MLA പരസ്യമായി കോഴ ആരോപണം ഉന്നയിച്ചത്. LDF സർക്കാരിന്റെ 5 വർഷത്തെ ഭരണകാലത്ത് മെഡിക്കൽ കോളേജിൽ നടന്ന 100ഓളം നിയമനങ്ങളിൽ ഒരാളിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയെന്നും കുടുംബശ്രീ വഴിയാണ് ഈ തുക കൈമാറിയതെന്നുമായിരുന്നു ആരോപണം. കൈക്കൂലി വാങ്ങിയവരെ തനിക്ക് അറിയാമെന്നും G സുധാകരൻ പറഞ്ഞിരുന്നു. ആരോപണത്തിൽ വിജിലൻസിന് പരാതി നൽകണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും CPIM നേതാക്കൾ വേദിയിൽ വെച്ച് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. 1.5 മാസം പിന്നിട്ടിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നേരിട്ട് പരാതി നൽകിയതെന്നാണ് H സലാം പറയുന്നത്. സുധാകരൻ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങളിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പരാതിയിലെ ആവശ്യം. കേരളം ബിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച ചെയ്യാതെ ലോക്സഭ പാസാക്കി. ലോക്സഭ വീണ്ടും നാളത്തേക്ക് പിരിഞ്ഞു. അതേസമയം കോൺഗ്രസ് MPമാർ പോലും ലോക്സഭയിൽ ചർച്ചയ്ക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് വിമർശനമുന്നയിച്ചു. अधिनियम सूत्र और विधेयक का पूरा नाम विधेयक का अंग बने. जो सदस्य इसके पक्ष में है वो हाँ कहें, जो सदस्य इसके विरोध में है वो ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ. खंड 1 अधिनियम सूत्र और विधेयक का पूरा नाम विधेयक का अंग बना. मंत्री जी आप यह प्रस्ताव करें कि विधेयक का पारित किया जाए. महोदय, केरल सरकार द्वारा दिया गया कारण यह है कि राज्य का नाम मलयालम भाषा में केरलम है, लेकिन संविधान की पहली अनुसूची में राज्य का नाम केरल दर्ज किया गया है. केंद्रीय कैबिनेट ने दिनांक 24/2/2026 की बैठक में केरल राज्य का नाम बदलकर केरलम करने के और केरल नाम परिवर्तन विधेयक 2026 को भारत के संविधान के अनुच्छेद 3 के तहत केरल राज्य विधानमंडल को भेजने हेतु राष्ट्रपति जी को प्रस्तुत करने के लिए केरल सरकार के प्रस्ताव को मंजूरी दी है. ऐसे मैं निवेदन करता हूं सदन से कि सर्वसम्मति से प्रश्न यह है कि विधेयक का पारित किया जाए. जो सदस्य इसके पक्ष में है वो हाँ कहें, जो सदस्य विरोध में है वो ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ. प्रस्ताव स्वीकृत हुआ और विधेयक पारित हुआ.
വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായാലും ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് ഈ ഒരു നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്തിന്റെ ബഹളങ്ങൾക്കിടയിലും ഇപ്പോൾ കേരള ബില്ലുകളും പാസ്സായി പോകുന്നുണ്ട്. അതാണ് ഇപ്പോൾ കേരള ബില്ലും ഈ ഒരു പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച ചെയ്യാതെ ലോക്സഭ പാസ്സാക്കി വിടുകയാണ്. എന്തായാലും ഈ ഒരു ചർച്ചയ്ക്കില്ല എന്നുള്ള ഒരു പരാതി കൂടി കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭയിൽ കേരളം എന്നുള്ള ബിൽ നിലവിൽ ഇപ്പോൾ പാസ്സായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മളുടെ സംസ്ഥാനം കേരളം തന്നെ നിയമസഭയ്ക്കകത്ത് കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റണമെന്നുള്ള പ്രമേയം പാസ്സാക്കി അത് കേന്ദ്രത്തെ അറിയിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലോക്സഭയിൽ കേരളം എന്നുള്ള ബിൽ ഇപ്പോൾ നിലവിൽ പാസ്സാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ചർച്ചയ്ക്കെടുക്കാതെ ഈ ഒരു ബിൽ പാസ്സാക്കി, അതായത് കേരളത്തിൻ്റെയും കൂടി, അതായത് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെയും കൂടിയുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെയും കൂടിയുള്ള നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടുള്ള പാസ്സാക്കലായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ള ആ ഒരു വിമർശനമാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ ബഹളത്തിനെ തുടർന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹളത്തിന് ഇടയിലാണ് ഇപ്പോൾ നിലവിൽ ശബ്ദ വോട്ടോടുകൂടി ഇപ്പോൾ നിലവിൽ ലോക്സഭയിൽ കേരളം ബിൽ പാസ്സാക്കിയിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഭരണഘടനയടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും. കാരണം ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലും 4-ാം ഷെഡ്യൂൾ ഇത് സംബന്ധമായിട്ടുള്ള 1-ാം ഷെഡ്യൂളിലും 4-ാം ഷെഡ്യൂളിലും ഇത് സംബന്ധിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. 1-ാം ഷെഡ്യൂളിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് വരുന്ന വിവിധ സംസ്ഥാനങ്ങളുടെ പരിധി നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ബില്ല് സംബന്ധമായി ഉണ്ടാകും. അതിനുശേഷം വരുന്ന 4-ാം ഷെഡ്യൂളിലാണെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള രാജ്യസഭ, അതായത് ഓരോ സംസ്ഥാനത്തിനകത്തു നിന്നും പങ്കെടുക്കുന്ന ലോക്സഭയിലേക്കുള്ള പാർലമെൻറ്റിലേക്കുള്ള രാജ്യസഭ അംഗങ്ങളുടെ എണ്ണമടക്കം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് 4-ാം ഷെഡ്യൂളിൽ പറയുന്നത്. ഇതടക്കം ഈ ബില്ലിൽ പ്രതിപാദിക്കുന്ന രീതിയിലാണ് ഈ ബില്ല് ഇപ്പോൾ നിലവിൽ പാസ്സാക്കിയിരിക്കുന്നത്. ലോക്സഭയിലാണ് ഇപ്പോൾ നിലവിൽ ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഇപ്പോൾ നിലവിൽ രാജ്യസഭയടക്കം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാജ്യസഭയിലേക്ക് ഈ ബില്ല് എത്തിയതിനു ശേഷം രാജ്യസഭയും കൂടി പാസ്സാക്കുകയാണെങ്കിൽ പിന്നെ ഇതിനോട് ഒപ്പുവെച്ചതിന് ശേഷം ഈ ഒരു ബിൽ നിയമമായി തന്നെ നിലവിൽ വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. എന്താണെങ്കിലും ഇപ്പോൾ നിലവിൽ നിത്യാനന്ദ റായാണ് ഈ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ലോക്സഭയിൽ നിത്യാനന്ദ റായ് കോൺഗ്രസ് എംപിമാർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആ ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. നിത്യാനന്ദ റായ് പറഞ്ഞു വെച്ചത് കാരണം കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം, കേരളം എന്നുള്ള ബിൽ അല്ലെങ്കിൽ കേരളം എന്നുള്ള പേരാക്കി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് കേരളം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം തന്നെയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നത്. പിന്നെ എന്തിനാണ് പ്രതിപക്ഷ എംപിമാർ ഇങ്ങനെ ഇതിനോട് അനുകൂലിക്കാത്തതും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാത്തതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു വിമർശനമാണ് കേരളത്തിലെ കോൺഗ്രസ് എംപിമാർക്കെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള കോൺഗ്രസ് എംപിമാർക്കെതിരെ നിലവിലെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായ് ലോക്സഭയിൽ അകത്ത് ഉന്നയിക്കുന്ന ആ ഒരു നിലയുണ്ടായിട്ടുള്ളത്. നിത്യാനന്ദ റായ് തന്നെയാണ് ലോക്സഭയിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന ആ നിലയുണ്ടായിട്ടുള്ളത്. ഏതായാലും ശബ്ദവോട്ടോടുകൂടി പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ഈ ഒരു ബില്ല് പാസ്സാക്കുന്ന ആ നിലയാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തന്നെ ഇപ്പോൾ നിലവിൽ സഭ നാളത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യവും ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ ഓം ബിർള അടക്കം വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ലോക്സഭയ്ക്കകത്ത് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം തള്ളിക്കളയുന്നത് അല്ലെങ്കിൽ ഒരു ബഹളത്തെ തുടർന്ന് ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം അതായത് ലോക്സഭ സ്പീക്കറായിട്ടുള്ള ഓം ബിർള അടക്കം കൃത്യമായി പറഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചേർന്ന ലോക്സഭയിലാണ് ഇപ്പോൾ കേരളം അടക്കമുള്ള ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. അതിന് പുറമെ തന്നെ സഹകരണ ബില്ലും, അതായത് സഹകരണ ഭേദഗതി ബില്ലും ലോക്സഭയിൽ പാസ്സാക്കി പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. സംസ്ഥാനത്തിനകത്ത് നമുക്കറിയാം, എല്ലാവർക്കും പറഞ്ഞ സംസ്ഥാനത്തിനകത്താണ് ഈ സഹകരണ മേഖല അടക്കം പ്രവർത്തിക്കുന്നത്. ഈ സഹകരണ മേഖലയിലുള്ള ആധികാരികത അല്ലെങ്കിൽ കൂടുതലായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ അവരുടെ അധീനതയിലേക്ക് ഈ സഹകരണ മേഖലകൾ കൂടുതൽ വരുന്ന ഒരു നിലയിലേക്കായിരിക്കും ഈ ബില്ലിൻ്റെ ഉള്ളടക്കം എന്നുള്ള ആരോപണങ്ങളെല്ലാം ഇതിന് പുറത്ത് വരുന്നുണ്ട്. ഏതായാലും ലോക്സഭയിലും ഈ പറയുന്ന സഹകരണ ഭേദഗതി ബില്ലും അടക്കം പാസ്സായിട്ടുണ്ട്. ഇതും ഇനി രാജ്യസഭയിലടക്കം ചർച്ചയിലേക്ക് വരേണ്ട ഒരു ബില്ലാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ലോക്സഭയിൽ കേരളം ബില്ലും സഹകരണ മേഖല ഭേദഗതി ബില്ലുമാണ് ഇപ്പോൾ നിലവിൽ പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നാളത്തേക്ക് സഭ പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അറിയാം. ശരി, വ്യക്തമാണ്. എന്തായാലും പ്രതിപക്ഷ ബഹളത്തിനിടെ കേരള ബില്ല് ചർച്ച ചെയ്യാതെ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ വീണ്ടും നാളത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് എംപിമാർ പോലും ലോക്സഭയിൽ ചർച്ചയ്ക്കില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു.